Canonical forms for linear programming problem. രണ്ട് ടൈപ്പ് canonical forms ഉണ്ട്. ഒന്ന് canonical maximization LPP, പിന്നെ canonical minimization LPP. ഫസ്റ്റിൽ പറയുന്നത് canonical maximization LPP ആണ്. മാക്സിമൈസ് എന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അവിടെ ശ്രദ്ധിക്കുക, മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഈക്വൽ ടു സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു പ്ലസ് എക്സെട്ര സി എൻ എക്സ് എൻ മൈനസ് ടി സബ്ജക്ട് ടു എ വൺ വൺ എക്സ് വൺ പ്ലസ് എ വൺ ടു എക്സ് ടു പ്ലസ് എക്സെട്ര എ വൺ എൻ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വൺ. ഇനീക്വാലിറ്റി ശ്രദ്ധിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അത് അങ്ങനെ പോയി എ എം വൺ എക്സ് വൺ പ്ലസ് എ എം ടു എക്സ് ടു എക്സെട്ര എ എം എൻ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എം വരെ. ദെൻ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൽ മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഈക്വൽ ടു സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു പ്ലസ് എക്സെട്ര സി എൻ എക്സ് എൻ മൈനസ് ടി എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ, എഫ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയുക. ബാക്കിയുള്ള എം ഇനീക്വാളിറ്റീസ് അല്ലേ, അതായത് എ വൺ വൺ എക്സ് വൺ പ്ലസ് എക്സെട്ര എ വൺ എൻ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വൺ, എ എം വൺ എക്സ് വൺ പ്ലസ് എക്സെട്ര എ എം എൻ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ആ ഇക്വേഷൻസ്, അതിന് നമ്മൾ മെയിൻ കൺസ്ട്രെയിൻസ് എന്നാണ് പറയുക. അതുപോലെ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതിന് നമ്മൾ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എന്നാണ് പറയുക. അതുപോലെ തന്നെ മിനിമൈസേഷൻ എൽ പി പിയിലും അങ്ങനെ തന്നെയാണ്. അതിൽ നമ്മൾ മിനിമൈസ് എന്ന് പറഞ്ഞിട്ടാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തുടങ്ങുന്നത്. മിനിമൈസ് ജി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഈക്വൽ ടു സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു പ്ലസ് എക്സെട്ര സി എൻ എക്സ് എൻ മൈനസ് ടി. അങ്ങനെ പോയി മെയിൻ കൺസ്ട്രെയിൻസ് ഉണ്ട്, പിന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസും. മെയിൻ കൺസ്ട്രെയിൻസ് ശ്രദ്ധിക്കുക, അതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇനീക്വാലിറ്റിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് അവിടെ ഗ്രേറ്റർ ദാൻ തന്നെയാണ്. മാക്സിമൈസേഷൻ ആണെങ്കിലും മിനിമൈസേഷൻ ആണെങ്കിലും നോൺ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. മാക്സിമൈസ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ കൺസ്ട്രെയിനിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മിനിമൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇത് മുന്നേ ഒരു പേപ്പറിൽ കണ്ടിട്ടുണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്, ഡിഫൈൻ ചെയ്യുന്നു പറഞ്ഞിട്ട്. അടുത്ത് നമുക്ക് കൺസ്ട്രെയിൻ സെറ്റ് എന്താണ്, അതുപോലെ ഫീസിബിൾ പോയിൻ്റ് എന്താണ്, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണെന്നൊക്കെ നോക്കാം. So constraint set, the set of all points x1, x2, etc. xn satisfying the m plus n constraints of a canonical maximization or canonical minimization LPP is said to be constraint set of the problem. അതായത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു കൺസ്ട്രെയിനുകൾ, മാക്സിമൈസേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിനിമൈസേഷൻ ആയിക്കോട്ടെ, അതിലുള്ള കൺസ്ട്രെയിനുകൾ, മെയിൻ കൺസ്ട്രെയിൻസ് ഉണ്ട്, അതുപോലെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ, അതിനാണ് ഈ എം പ്ലസ് എൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ആ കൺസ്ട്രെയിൻസുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ്, അതിൻ്റെ സെറ്റിനെ, അതായത് സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ് സാറ്റിസ്ഫൈങ് എം പ്ലസ് എൻ കൺസ്ട്രെയിൻസ്, അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ സെറ്റ് എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻ സെറ്റിലെ ഒരു എലമെൻറ്റിനെയാണ്, ഏതൊരു എലമെൻ്റ് ആണെങ്കിലും അതിനെ നമ്മൾ ഫീസിബിൾ പോയിൻ്റ് അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ എന്നാണ് പറയുക. ഇനി ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് എ canonical maximization or canonical minimization LPP which maximizes or minimizes the objective function is said to be optimal solution. അതായത് ഏതൊരു ഫീസിബിൾ പോയിൻറ്റും, അതായത് കൺസ്ട്രെയിൻ സെറ്റിൽ ഒരു എലമെൻറ്റ്, അതിൽ ആ ഒരു എലമെൻറ്റ്, ഒരു ഫീസിബിൾ പോയിൻറ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുക. മാക്സിമൈസ് എൽ പി പി ആണെന്നുണ്ടെങ്കിൽ മാക്സിമൈസേഷൻ ചെയ്യുക, അല്ലെങ്കിൽ മിനിമൈസേഷൻ എൽ പി പി ആണെങ്കിൽ മിനിമൈസ് ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു ഫീസിബിൾ സൊല്യൂഷനെയാണ് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുക. ഇപ്പോൾ ഇതിൽ പറയുന്ന ഈ ചെറിയ ടേംസുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം നിങ്ങൾ മുന്നോട്ട് ഇനി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ടേംസുകൾ ആവശ്യമുണ്ടാകും. അതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് ടു കനോണിക്കൽ ഫോം എന്നാണ് തന്നിട്ടുള്ളത്. മാക്സിമൈസ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സബ്ജക്ട് ടു എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ മാക്സിമൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കനോണിക്കൽ മാക്സിമൈസേഷൻ എൽ പി പിയിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ മിനിമൈസ് എന്നാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കനോണിക്കൽ മിനിമൈസേഷൻ എൽ പി പിയിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. സോ ഇവിടെ ഇതിന് നമ്മൾ അതുപോലെ തന്നെ എഴുതാം, മാക്സിമൈസ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന്, അതിലൊരു ചേഞ്ച് വരുത്തണ്ട. അതേപോലെ സബ്ജക്ട് ടു എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ഇവിടെ നമുക്ക് ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇനീക്വാലിറ്റി എന്താണ് വരുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് വരേണ്ടത്. ഇതിൽ നമുക്കൊരു ചേഞ്ച് വരുത്തേണ്ട. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതിനെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നും വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നും എഴുതാം.
ഇപ്പോൾ നമ്മുടെ മെയിൻ കൺസ്ട്രെയിൻസ് കഴിഞ്ഞു. ഇനി നമ്മുടെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എഴുതാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് ഈ ഒരു പോർഷൻ, പിന്നെ ഈ ഒരു പോർഷനും എഴുതാം. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത്ര ഇതിൽ ചേഞ്ച് വരുത്തുന്നുള്ളൂ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കും. മിനിമൈസ് g ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൈ സബ്ജക്ട് ടു 2x മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ മിനിമൈസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ മിനിമൈസേഷൻ LPPയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. കനോണിക്കൽ മിനിമൈസേഷൻ LPP. സോ ഇവിടെ നമുക്ക് ഒരു ചേഞ്ചും വരുത്താനില്ല. അതുപോലെ തന്നെ എഴുതാം. ഇവിടെ നമ്മൾ ഇനീക്വാലിറ്റി ഗ്രേറ്റർ ദാൻ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇനി ഈ ഒരു സെക്ഷൻ എടുക്കാം. ഇവിടെ നമുക്ക് എന്താണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. ഈ ഒരു ഇനീക്വാലിറ്റിനെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതണം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് എഴുതാം. ആൻഡ് ഈ രണ്ട് ഇനീക്വാലിറ്റീസ് എഴുതുക. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതുവരെ നമ്മുടെ മെയിൻ കൺസ്ട്രെയിൻസ് കഴിഞ്ഞു. ഇത് നമ്മുടെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ലൈൻ സെഗ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ, രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഒരു ലൈനിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയാം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് പോയിൻറ്റ്സ് എടുത്തു. എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര എക്സെന്നും വൈ ഈക്വൽ ടു y1 y2 എക്സെട്ര വൈനും എലമെൻറ്റ് ഓഫ് Rnലുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ പോയിൻറ്റ്സ് തമ്മിലുള്ള ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ tx + 1 - t × y എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ്. അതിനാണ് നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ആൻഡ് ആ പോയിൻ്റ് എന്താണ്, ഇൻക്ലൂസീവ് ആണ്. ഇതിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. നെക്സ്റ്റ് കോൺവെക്സ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ രണ്ട് പോയിൻറ്റ്സ് സെലക്ട് ചെയ്ത് അവർ തമ്മിലുള്ള ലൈൻ സെഗ്മെൻറ്റ്, ആ പോയിൻറ്റും ഇൻക്ലൂഡ് ചെയ്ത് അവർ തമ്മിലുള്ള ലൈൻ സെഗ്മെൻറ്റ് ആ സെറ്റിൽ തന്നെ വരണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു സെറ്റാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു സെറ്റ്. ഇതിൽ ഞാൻ രണ്ട് പോയിൻ്റ് എടുത്തപ്പോൾ ഇവിടെ രണ്ട് പോയിൻ്റ് എടുത്തു. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന്, അതായത് ലൈൻ സെഗ്മെൻറ്റ് ആ ഒരു സെറ്റ് തന്നെയാണ് വരിക. ഈ സെറ്റിന് ഞാൻ ഈ ബൗണ്ടറിയും അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള റീജിയനുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇനി ഞാൻ ഇവിടെ ഒരു സെറ്റ് എടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ലൈൻ സെഗ്മെൻറ്റ് വരിക. അതുകൊണ്ട് ഈ ഒരു സെറ്റ് കോൺവെക്സ് സെറ്റാണ്. ഇനി ഈ ഒരു സെറ്റ് നോക്കൂ. ഇതിൽ ഈ ഒരു റീജിയനാണ് ഞാൻ സെറ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അതേപോലെ ഇവിടുന്ന് ഒരു പോയിൻറ്റ്സ് എടുത്തു. ഈ രണ്ട് പോയിൻ്റ് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലൈൻ സെഗ്മെൻറ്റ് സെറ്റിൻ്റെ പുറത്താണ് വരുന്നത്. സെറ്റിൽ തന്നെ ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ മാത്രമേ അതിന് കോൺവെക്സ് സെറ്റ് എന്ന് പറയുള്ളൂ. അതല്ലെങ്കിൽ അത് കോൺവെക്സ് സെറ്റ് അല്ല. ഇനി ഞാൻ ഈ ഒരു റീജിയൻ മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക, ഇവിടെ ഇല്ലാതെ ഈ ഒരു റീജിയൻ മാത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. എങ്ങനെ എടുത്തു കഴിഞ്ഞാലും എനിക്ക് എന്ത് തന്നെയാണ് ലൈൻ സെഗ്മെൻറ്റ് ഇതിനകത്ത് തന്നെ വരിക. ഈ ഉൾഭാഗം എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, കോൺവെക്സ് സെറ്റാണ്. പക്ഷേ ഇതിൻ്റെ പുറത്തുള്ള ഭാഗം അതൊരു കോൺവെക്സ് സെറ്റ് അല്ല. ഇനി ഈ ഒരു ഇക്വേഷൻ നോക്കൂ. a1 x1 + a2 x2 + എക്സെട്ര an xn = b. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിൻറ്റുകളെയും, അതായത് സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് x1 x2 എക്സെട്ര xn എലമെൻറ്റ് ഓഫ് Rn, ഈ പോയിൻറ്റ്സിനെ നമ്മൾ ഹൈപ്പർ പ്ലെയിൻ ഓഫ് Rn എന്നാണ് പറയാം. The set of all points satisfying the equation of the form a1 x1 + a2 x2 + etc. an xn = b is said to be a hyperplane of Rn. അതുപോലെ ഈ പറയുന്ന ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സിനെ ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ഓഫ് Rn എന്നാണ് പറയാം. ഇതിനെ ഹൈപ്പർ പ്ലെയിൻ ഓഫ് Rn. ഇനീക്വാളിറ്റീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിനെ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് x1 x2 എക്സെട്ര xn എലമെൻറ്റ് ഓഫ് Rnനെ നമ്മൾ പറയാം ഹാഫ് സ്പേസ് ഓഫ് Rn എന്നാണ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നോക്കൂ. R1ലുള്ള ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് പോയിൻറ്റ് x1 സാറ്റിസ്ഫൈങ് ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം a1 x1 = b. a1 നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റ് എന്താണ്, b/a1 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് മാത്രമാണ് R1ൽ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ R1ൽ ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ a1 x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ഓർ a1 x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു b എന്ന് പറയുന്ന ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്.
R1 ക്ലോസ്ഡ് റേ ആണ് ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി R2 ഹൈപ്പർ പ്ലെയിന് വരുന്നത് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് x1, x2 സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ a1 x1 + a2 x2 = b. ഇനി ക്ലോസ്ഡ് ഹാഫ് സ്പേസ് R2 ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആണ് വരിക, ഹാഫ് പ്ലെയിൻ ആണ് വരുന്നത്. അതുപോലെ R3 ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുക. a1 x1 + a2 x2 + a3 x3 = b എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ്. ആൻഡ് ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ആണെന്നുണ്ടെങ്കിലും a1 x1 + a2 x2 + a3 x3 <= b or a1 x1 + a2 x2 + a3 x3 <= b എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. Next, polyhedral convex set. The constraint set of a canonical maximization or canonical minimization LPP is convex. Such a set is said to be polyhedral convex set. Polyhedral എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രെയിൻറ്റ് സെറ്റിൻ്റെ ബൗണ്ടറി ഹൈപ്പർ പ്ലെയിൻസ് ആയിരിക്കും. അതായത് R2 ലൈൻ ആയിരിക്കും ബൗണ്ടറി, R3 പ്ലെയിൻ ആയിരിക്കും. ഈ രണ്ട് കൺസ്ട്രെയിൻറ്റ് സെറ്റുകൾ നോക്കൂ. ഇത് പോളിഹെഡ്രൽ കോൺവെക്സ് സെറ്റിന് എക്സാമ്പിളാണ്. ഫസ്റ്റ് വൺ നോക്കൂ. അതിൽ നമ്മൾ എവിടെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്ത് ലൈൻ വരച്ച് കഴിഞ്ഞാലും ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരിക. രണ്ട് സെറ്റിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. സോ രണ്ടും എന്താണ്, കോൺവെക്സ് സെറ്റാണ്. R2 ആയതുകൊണ്ട് തന്നെ ലൈനിലാണ് ബൗണ്ടറി വരുന്നത്. ഹൈപ്പർ പ്ലെയിൻ എന്താണ്, ലൈനിലാണ് ബൗണ്ടറി വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സെറ്റുകളും പോളിഹെഡ്രൽ കോൺവെക്സ് സെറ്റിന് R2 ആണ്. നെക്സ്റ്റ്, നോം ഓഫ് എക്സ്. ലെറ്റ് x = x1 x2 etc. xn element of R. x എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുത്തു, R എന്നുള്ള പോയിൻ്റ്. ദെൻ നോം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ √(x1² + x2² + etc. xn² ആണ്. Let R greater than or equal to 0, the set of points x is equal to x1 x2 etc. xn element of Rn such that norm of x less than or equal to R is said to be the closed ball of radius R centered at the origin. R greater than or equal to 0 ആയിട്ട് എടുത്തു, ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ട് Rn. ദെൻ നോം ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ആണെന്നുണ്ടെങ്കിൽ അതിനെ ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് R സെൻറ്റേഡ് അറ്റ് ദി ഒറിജിൻ എന്നാണ് പറയുക. നെക്സ്റ്റ് എക്സാമ്പിൾസ് നോക്കൂ. R = 0 ആണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് R സെൻറ്റേഡ് അറ്റ് ദി ഒറിജിൻ ഇൻ Rn അതിൻ്റെ ഒറിജിൻ തന്നെയാണ് ക്ലോസ്ഡ് ബോൾ ഓഫ് റേഡിയസ് R എന്ന് പറയുന്നത്. ഇനി R greater than 0 ആണെങ്കിൽ R1 ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് ഇൻക്ലൂഡിങ് ദ എൻ പോയിൻറ്റ്സ്. R2 ഒരു സർക്കിളാണ് വരിക. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളും അതിൻ്റെ ഇൻറ്റീരിയർ റീജിയനും. ഇനി R3 ഒരു സ്ഫിയറാണ്. സ്ഫിയറിൻ്റെ ബൗണ്ടറി ഉണ്ടാകും, അതേപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ റീജിയനും ഉണ്ടാകും.